ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ പാൽ വേൾഡ് 6ാമത്തെ എപ്പിസോഡാണ്, 4ാമത്തെ ബോസും. അപ്പോൾ നമ്മളിന്ന് അടിക്കാൻ പോകുന്നത് ഈ ഐലൻഡിൽ തീർത്തിട്ട് വേറെ ഐലൻഡിലോട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ കിങ് പക്കൻ അടിക്കാനാണ് പോകുന്നത്. പക്ഷേ കിങ് പക്കൻ ലെവൽ 23 നമ്മൾ അടി എന്തെങ്കിലും ആവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മൾ പോയി നോക്കാൻ പോവാണ് കിങ് പക്കയുടെ അടുത്തോട്ട്. അപ്പോൾ എന്തായാലും കിങ് പക്കൻ അടിക്കാൻ പോകാം നമുക്ക്. ഇവിടെ ഇവിടെ പോവാം. കിങ് പക്കൻ നിനക്ക് വന്നിട്ടില്ലേ മാപ്പിൽ? ഇല്ല, കേട്ടാ ഈ പോണ ഡയറക്ഷനിൽ ഞാൻ വരാം. എന്നെ കാണുന്നില്ലേ? ആരെ എന്നെ കാണുന്നില്ല? എന്നെ നീ ബേസിൽ നിന്ന് പോയാ? അതെ, ബാക്കിൽ നോക്ക്. കണ്ടാ? ഇത് ഇവിടെ ബാക്കിൽ തിരി യൂട്ടേൺ. എന്താ യൂട്ടേൺ? ആ കണ്ടാ? ബോട്ടാണോ ഒക്കെ അടിച്ച്. നിന്റെ ഫ്രണ്ടില് കാണുന്നില്ല അരി? ഇപ്പൊ ആ കണ്ടപ്പോ വാ വാ വാ. നേരത്തെ അതേപോലെ തന്നെ കേട്ടോ. ആണോ? അതായത് ടാഗ് മാത്രമല്ല എനിക്ക്. അതാണോ? എല്ലാവരും ഇപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഈ താഴെ നോക്കി, റിലാക്സറസ് പിന്നെ പിടിക്കാൻ 20 അവൻ. ഇവിടെ എന്തോ തീർക്കാണ്ട് കേട്ടാ, എടുത്തിട്ട് പോവാം. അപ്പർ സൈഡിൽ ചെക്ക് പോയിന്റ്, മറ്റേ ഫാസ്റ്റ് ട്രാവൽ. ഇവിടെ വരുന്നില്ല. സ്മോൾ സെറ്റിൽമെന്റ്, അതേ കാണുന്നു താഴെ. ഇതൊക്കെ നാട്ടുകാർ ജീവിക്കുന്നുണ്ട്. നീ വന്നില്ലേ? വരുന്നുണ്ടല്ലേ. പിന്നെ എനിക്ക് ഇടക്കിടക്ക് കാണാണ്ടാകുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ കാണിച്ചിട്ടുണ്ടാവല്ലോ മാപ്പിൽ അവനെ? ഇല്ല, ഇപ്പോഴും കാണിക്കുന്നില്ല എന്ത് ലെവനെ. ഇതിപ്പോ ഇതാണ് വില്ലേജ് ചീഫ്. അവിടെ അടിക്കാൻ നിൽക്കില്ല. കാലി ഗ്രൗണ്ട് കേട്ടാ. കണ്ട് അവനെ കണ്ട്. ഇവിടെ രാജാവാണ് കേട്ടാ. 2698 മറ്റേത് പൊളിച്ചിരുന്നടിക്കാൻ പറ്റുമോ? ഇതാണ് ഈ കോഴികളെ കൊണ്ടോണ പോലത്താണ്. അവനാണ് ആള് കിങ് പക്ക. അങ്ങനെയാണ് അടിക്കണ്ടേ? അവന്റെ ബാക്കിലുണ്ട് 2 മെൽപ്പക്ക. അവനടിക്കണ്ടേത്. അടിക്കട്ടെ. സ്ഫിയർ ഉണ്ടാ? സ്ഫിയർ ഉണ്ട്. അടി. അതേറ്റ് കൊള്ളായിരുന്നു. അവിടെ അവന്റെ ഒപ്പുള്ളവന്മാരടിക്കുന്നു. അവനെ കൊല്ലണം ഫസ്റ്റ്. ചില സെക്ഷനിൽ വെച്ചിട്ട് വരാൻ മറ്റേ രണ്ടെണ്ണത്തിന് അങ്ങ് കൊന്നിട്ടുണ്ട്. അപ്പൊ സുഖമായിട്ട് അടിക്കാൻ പറ്റും. ചില സമയത്ത് ഇവർ ഏതെങ്കിലും മരത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലൊക്കെ ഇട്ട പോലെ കിട്ടും. അപ്പൊ സുഖമായിട്ട് അടിക്കാൻ പറ്റും. ടൈം എടുക്കും. നല്ല ടൈം എടുക്കും. അവനത് കയറിട്ട് കെട്ടിയെടുക്കണ്. അതാരെ കെട്ടി? എന്റെ അമ്മ എന്നെ അടിച്ച് പഞ്ചറാക്കി. അവന്റെ ഒരു അടിയിൽ 100 പോകുന്നു കേട്ടാ. ഞാൻ അടിക്കുന്ന 7 കൊള്ളണം കേട്ടാ. ഞാൻ അടിക്കുന്ന 6. വേറെ ആരെങ്കിലും ഇറക്കി വിട്ടാലേ? മറ്റേ ബോസിനെ ഇറക്കി വെക്കല്ലോ. അവരെന്ത് ചെയ്യോ നോക്കാം. കുറച്ചു നേരം നോക്കട്ടെ. ഞാൻ താഴെ ഇറങ്ങാൻ പോയി. എനിക്ക് മിക്കവാറും ഇറങ്ങേണ്ടി വരും. വേറെ ആരിറക്കാം? നീ അടി. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ബോസിനെ ഇറക്കി വെക്കട്ടെ. പോയടിയാടാ. മിക്കവാറും ഒറ്റടിക്ക് ചാവുന്നതാണ്. അയ്യേ, 14 കൊടുക്കുന്നു. മരം വെട്ടുന്ന അതിൻ്റെ ഇടക്ക്. അടിയടാ.
12 ആ അവര് പണിയെടുക്കുന്നുണ്ട്. എന്ത് വലിപ്പടി സാധനം എടേ എന്തിനും അടിക്കണ തെറിച്ചു ചെയ്ത ഇപ്പൊ ചന്തിക്കടി അടിയടാ അടി എന്തൊരു അടി എന്റെ പൂച്ചയുടെ ഹെൽത്ത് കുറയാനാകുമ്പോൾ പറയണേ. ഇല്ല ഇല്ല അവനായിട്ടില്ല. കത്തിക്കാൻ പറ്റുമോ അല്ലേ ചന്തിക്കടി? ആ കത്തിച്ച് 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 തീ പിടിച്ചേന്. എടാ നിന്റെ അടുത്താ കുറഞ്ഞത് എടാ. ഇതാര് അതിൻ്റെ ഇടയ്ക്ക് തരും മുള്ളമ്പന്തി വന്നിരിക്കുന്നു. പോരാ അടുത്ത ബോക്സിന് ഇറക്കി നോക്കട്ടെ. ഇവന് പറ്റിയൊരാളുണ്ട് പെൻസിൽ അടി. ഈ സ്ലോ മോഷനിൽ നടക്കുന്നവൻ. നീ ഒന്നൊക്കെ അടിക്കുന്നു അതാര് നീയാണത്? എന്നെക്കൊണ്ട് വല്ലതും പറ്റും. ചിലറ്റ് ചിലറ്റ് അവനെന്തിനാ കളിക്കുന്നു? അല്ല ആള് ചവനയിക്കണ കേട്ടോ ഏറെക്കുറെ. 943 കൂടെ. ഓ അവനെ ഐസാക്കി. ഞാൻ അടിക്കണമെന്നില്ല, ഞാൻ ആൾക്കാരെ കൊണ്ട് അടിപ്പിക്ക. ഒന്നാ വേറെ വെപ്പണൊന്നുമില്ലേ? നൈറ്റ് വിങ്ങിനെ വെറുതെ ഇറക്കി ഇട്ടാ മതി കേട്ടോ, അവൻ പണിയെടുത്തോളൂ. അതാരെ കത്തിച്ചാണ്? നൈറ്റ് വിങ് തന്നെയാണാ? ഓ മറ്റേ തീം വെച്ചടിച്ച. ഓ പിടിച്ചടി തിരിച്ചുവിളി 204. അവനെ തിരിച്ചുവിളി നിന്റെ ടോംബാറ്റിനെ. എടാ തിരിച്ചുവിളിക്കടാ എടാ. നീയല്ല ചത്തിറക്കുന്നു എന്റെ പൊന്നി. സത്യാട്ടാ എന്റെ പൊന്നെ സമ്മതിക്കില്ല. എന്തിനെല്ലാം ഇറക്കി വിട്ടിട്ട് നീ എന്നെ പൊക്കേറ്റ കാര്യമല്ല. ഇതിനെ ഇറക്കിയിട്ട് അവൻ കൊന്നുകളയും മിക്കാറ്. ഇല്ല ഇല്ല കുഴപ്പമില്ല. ഞാൻ ചാവാനായില്ല. ഓടട്ടെ ഞാൻ ഓടട്ടെ. ഹെൽത്തില്ല. ഹംഗ്രിയാ വൈറ്റിൻ്റെ ഒക്കെ വിശക്കണെന്നാണ്. പിന്നൊന്നുമില്ലേ? അയ്യോ പെട്ട്. ആ നിന്നല്ല പൊക്കിന്റെ അടിക്ക് തരാൻ മതിയടാ. മാറിക്ക് പോയി ഹെൽത്ത് എടുത്തിട്ടാ. എനിക്ക് പകുതിയുള്ളൂ ഹെൽത്ത്. ഓട്ടോമാറ്റിക് ഇരിക്കോളൂ. ഒന്ന് മാറിക്കെടുത്ത്. ഈ മുട്ട തിന്നാൻ പറ്റുമോ? ആ മുട്ട വന്നു മുട്ട വന്നു. തിന്നാൻ പറ്റുന്ന എറിഞ്ഞു വെക്കാല. ആ 1.83%. എന്നെ അന്വേഷിച്ചൊന്നും പഠിക്കുന്നു. ഞാൻ മാറി നല്ല ഇതിലൊന്നും. തീ പിടിക്കടാ. അത് തീ പിടിച്ചില്ലേ? നിന്നെ ഇപ്പൊ ചാവൂല. ഞാനും ചാവപ്പോ. ആ ചത്ത് നീല്ലേ നല്ലത്. ഇവിടെ ആരോടെ ഉണ്ടാക്കിച്ച് അതിനെ സ്റ്റക്കാക്കിയവൻ എന്നെ തെരഞ്ഞിരുന്നു. ചെറുതല്ലോട്ടോ അതിന്റെ ചെറുതൊന്നുമില്ല. പോയവൻ. ആ പോയി 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 പോണ് പോട്ടെ പോട്ടെ. ഇതെങ്ങനെ കൊണ്ട് പൂച്ചാവുന്നത്? പ്രത്യേക കഴിവല്ലേ. ഞാൻ നൈറ്റ് ഇങ്ങനെ എടുത്ത് പറഞ്ഞ
നടക്കുള്ളൂ. ആ പറഞ്ഞു ഇങ്ങനെ ചോന്നിരിക്കുക. ഇപ്പൊ ഞാൻ ഫൈറ്റ് എടുക്കാൻ പോകുന്നില്ല. അവന് ഉറങ്ങി കേട്ടാൻ പോയിട്ട്. ഞാൻ മെല്ലെ പോയിട്ട് ബാക്കിൽ നിന്ന് റെഡി കൊടുക്കട്ടെ. ഉറങ്ങിയാള് വെയിറ്റ് അടിക്കട്ടെ, ഞാൻ നോക്കട്ടെ. എടോ ഞാൻ പറഞ്ഞിടന്ന് അറിഞ്ഞ കേട്ടോ വാങ്ങിക്കോ. ഞാൻ നിലവിലെ 5 ഞാൻ പൊക്കൂല. ഈ പിടിക്കാനുള്ള പരിപാടി നോക്ക് നീ. ഞാൻ ചാവണ വരെ കാത്തിക്കല്ലേ. 17 ആയി. അടിയും കൂടി അടിക്കാനുള്ള ഉള്ളോട്ടോ. അടിക്കല്ലേ, നീ അടിക്കില്ല, ഞാൻ ചത്തി. അടാ നിന്റെ ആരോ കൊന്നറേനെ. എന്റെ അല്ല, നീ 4 ഹെൽത്ത് ഉണ്ടായിരുന്നതിന് അടിച്ചടിച്ചു വന്നത്. അടാ ഒറ്റടിക്കേ കൊള്ളുള്ളൂ. ആ പന്ന കാള എത്താൻ വരുന്നു. കാളല്ല പന്നി. ഇവനാണ് എന്നെ ഏറ്റവും കൂടുതൽ കൊന്ന്. എടാ ഒറ്റ ഇതിനാണ് അടിച്ചു വന്നു. എടാ നീ ഇവനെപ്പോ തിരിച്ചു വരും. അവൻ തിരിച്ചു വരുമ്പോ വരാം. ഓക്കെ, അപ്പൊ അവന് തിരിച്ചു വന്നിട്ടുണ്ട്. നിക്കുന്നവൻ ഞാൻ ഒരു പ്രാവശ്യം കൂടി വന്നിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ ചത്തുപോയി. പിന്നെ കൊറേ കഴിഞ്ഞിട്ടാ വന്നത് കൊണ്ടും. ഞാനൊരു 3 ബോസ് അതിന്റെ ശേഷം അടിച്ചായിരുന്നു കണ്ടോ. എന്നിട്ടാണ് അവൻ തിരിച്ചു വന്നത്. കൊറേ ടൈം എടുത്ത് തിരിച്ചു തരുന്നത്. അടിയല്ലേ അടിയണേ. പക്ഷെ ഇവനൊന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പോ പാവാണ്. അയ്യോ അടി തുടങ്ങി. ആര് വെച്ചടിപ്പിക്കൂനെ. ഡേ ഡ്രീം എന്ത് ചെയ്യാ. ചെയ്യുന്നുണ്ടോ ഇതെല്ലാം മാറി. ഡേ ഡ്രീം അല്ല അത്, കത്രീന. അതിപ്പോ ചാവും. പുതിയ കത്തുന്നവൻ തീയാ ബസ് തോന്നുന്നു കേട്ടാ. എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. അയ്യോ എവിടെ അവന് എന്തോട്ടെന്ന് എടുത്തു പോയത്. വെറുതെ അല്ല, ലെവല് കുറവാ. ബ്ലസ്സിംഗ് എടാ ോടോ ഏറിന്ന് അടിച്ചവനെ. എടാ നിന്റെ ബോഡി ഓടി നടന്നടിക്കുന്നു പിന്നീട്. റിലാക്സറസ് 23. അവൻ തുപ്പുന്നു. ലെവലുണ്ട്, അവൻ അടിക്കും. ഓ 56. പൊക്കിട്ട് ഹെഡ് ചെയ്യുന്നേ. എടാ ഓടുന്നടാ നോക്കടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ അവൻ ഓടിച്ചിട്ടടിച്ച്. ഇപ്രാവശ്യം നമ്മൾ അവനെ ഓടിച്ചിട്ടടിക്കുന്നു. അവനെ ഓടിച്ചായിരുന്നു. ഞാനോടാ അതിൻ്റെ ഇടക്ക് എടാ മരം വെട്ടുന്ന നീ അതിൻ്റെ ഇടക്ക്. അയ്യോ ഇത് മുകളിലോട്ട് വന്നു. അവനങ്ങോട്ട് കൊണ്ടുപോകണം. ബാ തിരിച്ചുകൂടി ഗ്രൗണ്ടിൽ കൊണ്ടുപോകണം.
അതാരടാ ആ വിക്സിനെ വിളി അതിനെ കൊല്ല് നമ്മടെ അല്ലേ കൊല്ല ഇതേ കണ്ട വെറുതെ കിടക്കണ ഇവിടേക്കുന്നു ചമ്മിപ്പോയി അവൻ ചമ്മി ഞാൻ തിരിച്ചു വിളിച്ചു കറക്റ്റ് അത്യാവശ്യം താഴെ കിട്ടുന്നുണ്ട് 13 ഓ നിന്റെ 3 ഷോട്ടല്ലേ അമ്പല്ലേ അപ്പൊ നീന്തി കളിക്കുന്നു കേട്ടാ ആ ഇനി ഇറക്കി കിട്ടോ ആരിലൊക്കെ കുറച്ച് നേരത്തെ അങ്ങനെ പോട്ടെ ഇല്ല വല്ല ഉണ്ടാ തിന്നൊന്നും കൊടുത്തില്ല ഓക്കെ പീന്നായിക്കോട്ടെ ഒരു അടിക്കോന്റെ ഹെൽത്ത് വേണ്ട ആ മാറി കൊടുത്തേട്ടെ ഫ്ലെയിം ബെല്ല് അതിന്റെ ഹെൽത്ത് വേഗം റീജനറേറ്റ് ആകും. എടാ തിരനെ ഞാൻ എടുക്കുന്നില്ലേ ഞാൻ കുറച്ചും കൂടി ഉണ്ടാവും ഒരടിയും കൂടി ഉണ്ടാവും. ഓക്കെ ഒരടിയും കൂടി തരുന്നില്ല. അയ്യോ ഇവിടെ ഒക്കെയല്ല. പ്രാവശ്യം നിന്നെ കൊണ്ടുപോയി പണിയെടുപ്പിക്കോടാ അവൻ എന്ത് പണിക്ക അയ്യോ വരുന്നു അവനെ വിളി ഞാനിപ്പോ അങ്ങോട്ട് കൊണ്ടേ ഞാനേ അവന് ഓടിപ്പോയതാ നമുക്ക് 75 വരട്ടവൻ ഹെഡ്ഷോട്ട് അടിച്ച് ചാവും കേട്ടാ 10 തൊട്ട് ആ അതേ പോണവൻ ഇല്ലടാ അവിടെ ഇട്ടടിയാണ് ആ മതി ഇനി അടിച്ചോ ഞാൻ വടി വെച്ചടിക്കാതെ വെച്ചടിച്ച ഒന്നേ പോകുള്ളൂ. 2 പോകുള്ളൂ. എനിക്കടിക്കാൻ ലിമിറ്റ് ഉണ്ട്. ഒരടി കൂടി ഞാൻ അടിക്കല്ല വേണ മറ്റേ ബോൾ എറിയേണ്ടി വരുമല്ലോ. മഞ്ഞ ബോൾ എറിയേണ്ടി വരും കേട്ടവന്. വേണ്ട ചാവ് ആ കിട്ടി മഞ്ഞ ബോള് വേണോ എനിക്കൊക്കെ. റണ്ണറാണ് അവൻ. അവനെ പണിക്കിടാൻ പോയിട്ട് വാ ഇവിടെ ആ ഇവിടെ അടുത്ത് അത് ഞെക്കണ്ട കറക്റ്റ് കേക്കണ്ട. നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണുക. ലൈക്ക് അടിക്കാത്തല്ലെങ്കിൽ ഡു ലൈക്ക് എന്നായിക്കോട്ടെ. അങ്ങനെ നമ്മൾ കിങ് പെക്കനെ പിടിച്ചു. ആ നല്ല വലിപ്പുണ്ട് അവൻ. എന്തായാലും ഇവന് പോയി പണിക്കെടുപ്പി കാണിക്കട്ടെ. പണി സത്യം ബോസ് ആയതുകൊണ്ട് ഭയങ്കര വലുപ്പല്ലേ. ആരെ പകരടുവനെ അവിടെ ഒരു വെപ്പൺ വർക്ക് ബെഞ്ച് പണിയോ ആരല്ലോ. വെപ്പൺ വർക്ക് ബെഞ്ചിനുള്ള സാധനം ഉണ്ടോ? വെപ്പൺ വർക്ക് ബെഞ്ച് ഞാൻ വാങ്ങിയിട്ടില്ല. നിന്റെ ഉണ്ട് കുറച്ച് വിട്ടു പണിഞ്ഞടാ. പണിയുന്നില്ല. നിന്റെ ഒപ്പം പണിഞ്ഞല്ലെങ്കിൽ ഇവിടെ വെപ്പൺ വർക്ക് ബെഞ്ച് ഉണ്ടാക്കിട്ടയാ മേലെ പോണേ. ഇല്ലില്ല വെപ്പൺ വർക്ക് ബെഞ്ച് ഹൈ ക്വാളിറ്റി വർക്ക് ബെഞ്ച് ഉണ്ട്. ആ വെപ്പൺ എനിക്കടാ 20-ലാണ് ഞാൻ വെക്കാം. വെപ്പൺ അയ്യോ നെയിലും ഇങ്ങോട്ടും വേണം. പോട്ടെ എന്തായാലും ഒരു പണിക്കെടുക്കട്ടെ. ബോക്സ്
അവരെ പണ്ട് കണ്ടിരിക്കുന്നു. പണിയെടുക്കണം. നോക്കട്ടെ നിന്റെ പണി. ആ രാജാവിനെ പോലെ സുഖിച്ചൊക്കെ നടക്കും. പോയി പണിയെടുക്കണം. അവൻ എന്ത് പണിക്കാരനാ നോക്കട്ടെ ഏട്ടാ. ഇവൻ വലിയ പണിയൊന്നും എടുക്കൂല ഏട്ടാ. ഇവൻ വലിയ പണി നടക്കൂല. ഇലയുടെ ചിഹ്നം എന്തിൻ്റെതാ? ഒരു ഇലയുടെ ചിഹ്നം. പ്ലാന്റേഷൻ ആണ്. നോക്കട്ടെ. അല്ല വെറുതെ നടക്കുന്നവൻ. നമ്മളിത് ഏതൊക്കെ സാഡിലുണ്ടെന്ന് എങ്ങനെ അറിയാം? ആ അതറിയാം. മറ്റേ അൺലോക്ക് ചെയ്ത് നോക്കി നോക്കും. അവിടെ പോയിട്ട് ഉണ്ടാക്കണോടത്ത് നോക്കി നോക്കിയാ ബെഞ്ചിന്റെ അകത്ത്. അപ്പൊ ഇവൻ എന്ത് പണിയെടുക്കുന്ന അറിയില്ല ഏട്ടാ. ഇവരൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. മറ്റേനൊക്കെ പിടിക്കുന്ന വീഡിയോസ് വരും കേട്ടോ. അതിന്റെ ബാക്കിലായിട്ട് ഇതിനൊക്കെ പിടിച്ച വീഡിയോസ് ഒക്കെ വരും. ഇത് കുറച്ച് ഇതായതുകൊണ്ടാണ് ഇത് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.